നെക്സ്റ്റ് വീഡിയോ ഓഫ് ഹോമിയോപ്പത്തിക് മെത്തിരി മെഡിക്ക. ഇന്ന് പഠിക്കാൻ പോണത് ഹെപ്പ സൾഫ്യൂരിസ് അല്ലെങ്കിൽ ഹെപ്പ സൾഫാണ്. കോമൺലി നോൺ സൾഫ്യൂരിസ് ഓഫ് ലൈം എന്ന് പറയും. സോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഹാനിമൻസ് ഹാനിമൻസ് കാൽഷ്യം സൾഫേറ്റ് എന്നാണ് ഹെപ്പാർ നമ്മൾ പറയാറ്. ആൻഡ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ബേണിംഗ് വൈറ്റ് ഇൻറ്റീരിയർ ഓഫ് ദ ഓയിസ്റ്റർ ഷെൽ വിത്ത് ഫ്ലവർ ഓഫ് സൾഫർ അല്ലെങ്കിൽ പ്യുവർ സൾഫർ കൊണ്ട് ബേൺ ചെയ്തിട്ടാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വുഡ് ട്രൈച്ചുറേറ്റ് ഇറ്റ്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയാം. ടു ഹൂം ഇറ്റ് ഈസ് adopted to torpid lymphatic constitution, persons with light hair and complexion, who are slow to act, muscles of soft and flabby. സോ ഇത് അലൻസ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അലൻസിൻ്റെ തുടക്കം തന്നെ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറയുന്നത്. സോ ഹെപ്പാർ വെരി ഇമ്പോർട്ടൻറ്റ് റെമഡിയാണ്, ക്ലിനിക്കലിയൊക്കെ നല്ലപോലെ യൂസ്ഫുൾ ആണ് ഹെപ്പാർ. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ ദേ ആർ ഓവർ സെൻസിറ്റീവ് ആണ് ടു ഓൾ എക്സ്റ്റേണൽ ഇംപ്രഷൻസ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി ദേ ആർ വെരി സെൻസിറ്റീവ് ഫ്രം സ്ലൈറ്റസ്റ്റ് ടച്ച്, സെൻസിറ്റീവ് ഫ്രം 3 P ഉണ്ട് ഓവർ സെൻസിറ്റീവിൽ നമുക്ക് പറയാനായിട്ട്. ദാറ്റ് ഈസ് പേഴ്സൺ, പ്ലേസ്, പെയിൻ ആണ്. സോ ദേ ആർ ഓവർ സെൻസിറ്റീവ് ടു പേഴ്സൺ, പെയിൻ, പ്ലേസ്, കോൾഡ്, ടച്ച് ആൻഡ് പേഷ്യൻറ്റ്. ഈവൻ ദ പേഷ്യൻറ്റ് ഫെയിൻസ് ഫ്രം സ്ലൈറ്റസ്റ്റ് പെയിൻ എന്താവും, പേഷ്യൻറ്റ് ഫെയിൻ്റ് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഹെപ്പാർ എന്ന് പറയുന്നത് ചില്ലി പേഷ്യൻ്റാണ്. ദേ നീഡ്സ് അൺയൂഷ്വൽ എമൗണ്ട് ഓഫ് കവറിങ് ഇവർക്ക് വേണം, എസ്പെഷ്യലി ഇൻ കോൾഡ് എയർ. പിന്നെ ഇവരുടെ പെയിൻ എന്ന് പറയുന്നത് പെക്യുലർ ആണ്, ലൈക്ക് സിവിയർ ആണ്, ഷാർപ്പ്, സ്റ്റിക്കിംഗ് ആൻഡ് ജാഗിങ് ലൈക്ക് എ ഫുൾ ഓഫ് സ്റ്റിക്ക് ഓർ സെൻസേഷൻ ആസ് ഫ്രം സ്പ്ലിഞ്ചേഴ്സ് ഓഫ് ഫിഷ് ബോൺ. സ്പ്ലിഞ്ചേഴ്സ് മീൻസ് ഫൈൻ പീസസ് ഓഫ് ഗ്ലാസ് എന്നാണ്. സോ ഇവരുടെ പെയിൻ എങ്ങനെയാണ്, സിവിയർ പെയിൻ ആണ്, ഷാർപ്പാണ്, സ്റ്റിക്കിംഗ് ആൻഡ് ജാഗിങ് ലൈക്ക് എ ഫുൾ ഓഫ് സ്റ്റിക്ക് ഓർ സെൻസേഷൻ ആസ് ഫ്രം സ്പ്ലിഞ്ചേഴ്സ് ഓഫ് ഫിഷ് ബോൺ. അതായത് ഫിഷ് കഴിച്ചവർക്കറിയാം ഈ ഇതിൻ്റെ എന്താണ് മുള്ള് നമ്മൾ ത്രോട്ടിലൊക്കെ കുടുങ്ങിയിട്ട് വി ഹാവ് ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യാം. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പെയിൻ ആണ് ഇവരുടെ. അതുപോലെ ഈ ഹെപ്പാർ തേർഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷനിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡിക്കേറ്റർ ഫോർ തേർഡ് സ്റ്റേജ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു റെമഡി ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞിരുന്നു, എന്തായിരുന്നു, സൈലേഷ്യ അതുപോലെ ഇൻഫ്ലമേഷന് കൊടുക്കുന്നതാണ് തേർഡ് സ്റ്റേജിൽ. സോ അതുപോലെ ഹെപ്പാർ സൾഫും തേർഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ ആണ്. ഇവരുടെ ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും, തിക്ക്, യെല്ലോയിഷ്, ഒഫൻസീവ്, സവർ ഓർ സ്മെൽ ഓഫ് ഓൾഡ് ചീസ്. എങ്ങനെയാണ് സ്മെൽ ഓഫ് ഓൾഡ് ചീസ്, ക്യാരി ഓൺ ലൈക്ക് ഓർഡർ പറഞ്ഞു സൈലേഷ്യയ്ക്ക്. സോ ഇവിടെ എങ്ങനെയാണ്, സ്മെൽ ഓഫ് ഓൾഡ് ചീസാണ്. ആൻഡ് പേഷ്യൻ ക്രേവ് ഫോർ വിനെഗർ ആൻഡ് സവർ തിങ്സ്. സോ വിനെഗറും സവർ തിങ്സും ഹെപ്പാറിന് ഇഷ്ടമാണ്. ബട്ട് ദേ ആർ ഹാവിങ് അവേർഷൻ ടു ഫാറ്റി തിങ്സ്. ഫാറ്റി തിങ്സിനോട് അവേർഷനാണ്. ആൻഡ് ദിസ് ഹെപ്പാർ ആക്ട്സ് ഓൺ ദ മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസിങ് കെറ്റാരൽ ഇൻഫ്ലമേഷൻ ആൻഡ് ഇറ്റ്സ് ഗിവൺ ഫോർ തേർഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ്റെ കാര്യം പറഞ്ഞു. പിന്നൊരു കാര്യം പറഞ്ഞത് ഈ എന്താണ്, ദേ നീഡ് അൺയൂഷ്വൽ എമൗണ്ട് ഓഫ് കവറിങ് വേണം. സോ ഓൾ ദ കംപ്ലയിൻറ്റ്സ് ഓഫ് ഹെപ്പാർ ആർ അഗ്രവേറ്റഡ് ഫ്രം അൺകവറിങ് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആണ്. ഹാൻഡ്സോ ഫീറ്റോ അൺകവർ ചെയ്യുമ്പോഴാണ് കംപ്ലയിൻറ്റ്സ് വരിക. ആൻഡ് ഒരു പെക്യുലർ ഫീച്ചർ ഉണ്ട് ഹെപ്പാറിന്, ഓൾ ദ കംപ്ലയിൻറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് പ്രൊഫ്യൂസ് വെറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, പ്രൊഫ്യൂസ് പെർസ്പിറേഷൻ ആണ്. ബട്ട് ദേ വോണ്ട് ഗിവ് എനി റിലീഫ്. പെർസ്പിറേഷൻ ഉണ്ടെങ്കിൽ റിലീഫ് കിട്ടുമോ, ഇല്ല, ഒരു കാര്യമില്ല. എല്ലാ കംപ്ലയിൻറ്റ്സിൻ്റെ കൂടെയും പെർസ്പിറേഷൻ ഉണ്ട്, ബട്ട് ദേ വോണ്ട് ഗീവ് എനി റിലീഫ്. ഓക്കെ, യൂഷ്വലി ദേ ആർ അഫക്റ്റഡ് ഫ്രം ഡ്രൈ കോൾഡ് എയർ ആണ്, ബട്ട് ബെറ്റർ ബൈ ഡാംനെസ് ആണ്, ലൈക്ക് നക്സ് ഫോമിക്ക, കോസ്റ്റിക്ക. ഇവരും ബെറ്റർ ബൈ ഡാംനെസ് ഇവർക്ക് ബെറ്റർ ആണ്. പ്രോമിനൻ്റ് ആക്ഷൻ അപ്പോൾ സ്കിന്നുണ്ട്, ലൈക്ക് സൾഫർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് പ്രോമിനൻ്റ് ആക്ഷൻ ഉണ്ട്, സൾഫറിനെ പോലെ തന്നെ സ്കിന്നിലൊക്കെ ഉണ്ട്. ആൻഡ് ദേ ബിക്കം വെരി ആംഗ്രി, ഇമ്പൾസീവ് ആണ്, അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സോ ഇവർ അഗ്രവേഷൻ അമുലറേഷൻ പറയുകയാണെങ്കിൽ അഗ്രവേഷൻ മെയിൻലി അൺകവറിങ് പറയാം, അമുലറേറ്റഡ് ബൈ കവറിങ് ഓർ ഡാമ്പ് വെറ്റ് വെതറൊക്കെ ഇവർക്ക് അമുലറേഷൻ ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഹെപ്പാർ ഇസ് എ കോംപ്ലിമെൻ്ററി ടു കലൻഡുല ഇൻ കേസ് ഓഫ് ഇഞ്ചുറി. സോ കലൻഡുലയ്ക്ക് കോംപ്ലിമെൻ്ററി ആണ് ഹെപ്പാർ ഇൻ കേസ് ഓഫ് ഇഞ്ചുറീസ്. ഇനി നമുക്ക് മൈൻഡ് പറയാം. ഹെപ്പാർ മൈൻഡൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഭയങ്കര എല്ലാത്തിനോടും ഓവർ സെൻസിറ്റീവ് ആണ് അല്ലേ. സോ ഭയങ്കര ഓവർ സെൻസിറ്റീവ്നെസ് ഓഫ് മൈൻഡ് ആയിരിക്കും. പേഴ്സണ്, പ്ലേസ്, അതുപോലെ ടച്ച്, കോൾഡ്, പെയിൻ ആൻഡ് വെൻ ദ പേഷ്യൻറ്റ് ഫെയിൻസ് ഫ്രം സ്ലൈറ്റസ്റ്റ് പെയിൻ. സോ അങ്ങനെ ഓവർ സെൻസിറ്റീവാണ് ഇവർ. അതുപോലെ തന്നെ വെരി ക്വാറൽസം ആയിരിക്കും. ദേ ആർ വെരി ഹാർഡ് ടു പ്ലീസ്. എവ്രിബഡി ഡിസ്റ്റ്യൂസ്. ഓക്കെ, വെരി ലിറ്റിൽ തിങ്സ് ദാറ്റ് ഡിസ്റ്റർബ്സ് എ പേഷ്യൻറ്റ് മേക്സ് ഹിം ഇൻറ്റൻസ്ലി ആംഗ്രി. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ്. ദേ ആർ വെരി അബ്യൂസീവ് ആണ്, ഇമ്പൾസീവ് ആണ്. ഇമ്പൾസീവ് ടു സ്റ്റാബ് ഹിസ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അത്രയും ഇമ്പൾസീവായിട്ട് ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ടുള്ള എന്തൊരു കാര്യം പെട്ടെന്ന് തന്നെ ഇറിറ്റേറ്റ് ആവുന്നൊരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഹെപ്പാർ സൾഫ്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരാണ്
ഈ ഹെപ്പ സെൽഫ് എന്ന് പറയുന്നത്. സോ ഇമ്പൾസീവ് ആണ്, ടു സ്റ്റാബ് ഹിസ് ഫ്രണ്ട്, ടു ത്രോ ദ ചൈൽഡ് ഇൻ ടു ദ ഫയർ. മദർ ആണെങ്കിൽ എന്തായിരിക്കും, ടു ത്രോ ദ ചൈൽഡ് ഇൻ ടു ദ ഫയർ ഓർ ഹാവ് എ ടെൻഡൻസി ടു സെറ്റ് ഹെർസെൽഫ് ഓൺ ഫയർ. സ്വയം ഫയറിൽ എടുത്ത് ചാടാനും അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഈ ഹെപ്പാർ കാണിക്കും. അതുപോലെ വെരി വയലൻസ് ആണ്, ടു ഡു വയലൻസ് ആൻഡ് ടു ഡിസ്ട്രോയ്, ബാക്കിയുള്ളവരെ ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ വയലൻസി, അത് ഭയങ്കരമായിട്ടുള്ളൊരു ആൾക്കാരാണ് ഇവർ. അതുപോലെ ക്രോസ് ചിൽഡ്രൻ ആണെങ്കിൽ ചിൽഡ്രൻ ഡസ് നോട്ട് ലാഫ്, ദ മ്യൂസ് ഇറ്റ് സെൽഫ് സിറ്റ് സൈലൻസ് സ്പീച്ച്ലെസ് ഇൻ കോർണേഴ്സ് ആയിരിക്കും, ഹാസ്റ്റിംഗ് സ്പീച്ച് ആൻഡ് ഡ്രിങ്കിങ്. ചിൽഡ്രൻ ഒക്കെ ആണെങ്കിൽ ഒരു ഹൈപ്പോകോൺഡ്രിയാക് സ്റ്റേറ്റ് ആയിരിക്കും, ദേ ആർ അൺറീസണബിളി, ദേ ആർ വെരി ആൻഷ്യസ് ആയിരിക്കും. സോ ഭയങ്കര ഓവർ സെൻസിറ്റീവ്നെസ്സും ഇങ്ങനെ ഭയങ്കര ക്വാറൽസമായിട്ടുള്ള ഇമ്പൾസീവായിട്ടുള്ള ആൾക്കാരാണ് ആര്, ഹെപ്പ സെൽഫ്. ഓക്കെ, ഹെപ്പ സെൽഫ് അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇനി നമുക്ക് ഇവരുടെ ഹെഡേക്ക് പറയാം. ഹെഡേക്ക് എന്ന് പറയുവാണെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അഗ്രവേഷൻ, മോഷൻ, സ്റ്റൂപ്പിങ്, അതൊക്കെ അഗ്രവേഷൻ ആയിരിക്കും. സ്കാൽപ്പ് ഇവരെ ഭയങ്കര സോർ ആൻഡ് സെൻസിറ്റീവ് ആയിരിക്കും. അത് നമുക്ക് സ്കിന്നിലും നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യം, സ്കാൽപ്പ് ഈസ് വെരി സോർ ആൻഡ് സെൻസിറ്റീവ് എന്നുള്ള കാര്യം. ഇൻഫ്ലമേഷനിൽ തേർഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷനിലാണ് കൊടുക്കുന്നതെന്ന് പറയാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ ഐസാണ്, ഐസിലും ഇൻഫ്ലമേഷൻ ഓഫ് അൾസേഴ്സ്, കോർണിയൊക്കെ ഇൻഫ്ലമേഷൻ വരിക, ഐലിഡ്സ് ഒക്കെ എൻലാർജ്ഡ് ആവുക, ഒഫെൻസീവ് തിക്ക് പെർലൻ ഡിസ്ചാർജുകളായിരിക്കും. വേറൊരു കാര്യം, ഐസിൽ അനസ്തീഷ്യ ഓഫ് റെറ്റിനയാണ്, ഫ്രം ലുക്കിംഗ് അറ്റ് എക്ലിപ്സ്. അതൊരു പ്രത്യേക ഒരു ഫീച്ചറാണ് അല്ലേ. സോ അനസ്തേഷ്യ ഓഫ് റെറ്റിന ഫ്രം ലുക്കിംഗ് അറ്റ് ആൻ എക്ലിപ്സ്, അതൊരു പെക്യുലറാണ് ഹെപ്പ സെൽഫിൻ്റെ. പിന്നെ നമ്മൾ ഇയറിലും നമുക്ക് കെറ്റാർ ഇൻഫ്ലമേഷൻ ഓഫ് മിഡിൽ ഇയറിന് ഇൻഫ്ലമേഷൻ്റെ കാര്യം പറയാം. ഭയങ്കര ഓവർ സെൻസിറ്റീവാണ്, ഡിസ്ചാർജ് ആഡ് ചെയ്യാം. നോസ് വരുമ്പോൾ ഇൻഫ്ലമേഷൻ പറയാം, ഫെറ്റ് ഡിസ്ചാർജാണ്, സോർനെസ് ഉണ്ടാകും വിത്ത് കെറ്റാര. ഹേ ഫീവറിന് കൊടുക്കാം. നോസ് എന്തായിരിക്കും, ടോപ്ഡ് അപ്പ് എവറി ടൈം ഹി ഗോസ് ഔട്ട് ഇൻ കോൾഡ് എയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പെയിൻ എങ്ങനെയാണെന്ന് പറയാം, സെൻസിറ്റീവാണ്, ഡിസ്ചാർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. വേറൊരു കാര്യമുണ്ട്, ഹെപ്പാർ 1X ഇസ് ഗിവൺ ഫോർ സ്റ്റഫ്ഡ് നോസ് വിത്ത് കൊറൈസ. നമ്മൾ ക്ലിനിക്കലി നിന്ന് കൊടുക്കുന്നതാണ് 1X ഹെപ്പാർ. നമ്മൾ സ്റ്റഫ്ഡ് നോസിന് കൊടുക്കും വിത്ത് കൊറൈസയ്ക്കൊക്കെ ഭയങ്കര ഇഫക്റ്റീവാണ് ഹെപ്പാർ. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ ഫേസാണ്. നമുക്ക് ഇവിടെ അലൻസ് നോക്കുവാണെങ്കിൽ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് വി ഹാവ് ടു നോ എവറിത്തിങ് അബൌട്ട് ദിസ്. കണ്ടു, ഇവിടെ കണ്ടോ, സെൻസേഷൻ ഓഫ് ഫിഷ് സ്പ്ലിൻറ്റർ, ഫിഷ് ബോൺ ഓർ പ്ലക്ക് ഇൻ ദ ത്രോട്ട്, അതൊക്കെ അതിൻ്റെ പെയിന് ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഫോർ എ വൈവ യു ക്യാൻ റെഫർ അലൻ. അല്ലാണ്ട് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബോറിക്കൊക്കെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. സോ അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയും. ബട്ട് ഫോർ യുവർ കുക്ക് റിവ്യൂ ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന സംഭവം നിങ്ങൾക്ക് നോക്കി പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിർത്തിയ ഫേസ് ആയിരുന്നു അല്ലേ. ഫേസ് എങ്ങനെയാണ്, യെല്ലോ ഫേസ് ആണ് വിത്ത് ബ്ലൂ റിങ് അറൗണ്ട് ഐസ്. സോ ബ്ലൂ റിങ്സ് ഉണ്ടാവും. അതുപോലെ പിന്നെന്താണ്, റൈറ്റ് സൈഡ് ന്യൂറാൾജിയാണ്, റൈറ്റ് സൈഡ് ന്യൂറാൾജി ഉണ്ട്. പിന്നെ പെയിൻ എങ്ങോട്ടായിരിക്കും, ടെമ്പിൾസിലോട്ട്, ഇയറിലോട്ടൊക്കെ എക്സ്റ്റെൻഡിങ് പെയിൻ ആയിരിക്കും. ഫേഷ്യൽ ബോൺസിനൊക്കെ പെയിൻ ഉണ്ടാവും. അടുത്ത നമ്മൾ മൗത്താണ്. മൗത്ത് പറയുമ്പം അൾസറേറ്റഡ് ആയിരിക്കും, കോർണേഴ്സ് ഓഫ് ദ മൗത്ത്. മിഡിൽ ആൻഡ് ലോവർ ലിപ്സൊക്കെ ക്രാക്ഡ് ആയിരിക്കും. ഫോർ വെസിക്കുലർ എർസിപ്പിലസ് വിത്ത് പ്രിക്കിംഗ് പെയിൻ ആണ് ഇവർക്ക്. പിന്നെ ഓർഡറിൻ്റെ കാര്യം പറയാം, ഒഫെൻസീവാണ്, ലൈക്ക് സൾഫർ പോലെ തന്നെ ഇവർക്ക് ഭയങ്കര ഒഫെൻസീവ് ഓർഡർ ഉണ്ടാവും മൗത്തിൽ നിന്ന്. സ്റ്റൊമറ്റൈറ്റിസിന് കൊടുക്കാം. ഗംസ്, മൗത്തൊക്കെ ഭയങ്കര ഇൻഫ്ലെയിംഡ് ആയിരിക്കും. ജിഞ്ചവൈറ്റിസ്, പെയിൻഫുൾ ടു ടച്ച് ആൻഡ് വെരി ദേ ബ്ലീഡ് ഈസിലി. ഓക്കെ, ഇനി അടുത്ത ത്രോട്ടാണ്, അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് ആണ്. ടോൺസിലൈറ്റിസിന് ഹെപ്പാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ത്രോട്ട് അല്ലെങ്കിൽ നെക്ക് റീജിയനിലൊക്കെ എൻലാർജ്മെൻറ്റ്സ് വരാം, ലിംഫ് നോഡിന് എൻലാർജ്മെൻറ്റ് വരാം. അതിനൊക്കെ നമ്മൾ ക്ലിനിക്കലി ഹെപ്പാർ കൊടുക്കുന്നത് ഭയങ്കര ഇഫക്റ്റീവാണ്. ഓക്കെ, സോ ത്രോട്ടിൽ തന്നെ ഫോർ ടോൺസിലൈറ്റിസിന് കൊടുക്കുക. എക്സ്പെഷ്യലി ഫോളിക്കുലർ ടോൺസിലൈറ്റിസ് ആണ്. അതുപോലെ കാലിമൂറും ടോൺസിലൈറ്റിസ് നല്ലൊരു റെമഡിയാണ്. ഓക്കെ, എന്താണ് ടോൺസിലൈറ്റിസ്, ഫോളിക്കുലർ ടോൺസിലൈറ്റിസ് ആണ്. ആൻഡ് ദ ക്രോണിക് ടോൺസിലൈറ്റിസ് വിത്ത് ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ് ആയിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ്. ഇന്നൊക്കെ എന്താ സെൻസേഷൻ, എങ്ങനെയുള്ള സെൻസേഷൻ ഓഫ് ഫിഷ് ബോൺ ഓർ സ്പ്ലിൻറ്റർ സ്റ്റിക്ക് ഇൻ ദ ത്രോട്ട് എക്സ്റ്റെൻഡിങ് ടു. ആ പെയിൻ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, ഇയറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. എപ്പോഴായിരിക്കും, വെൻ യോണിങ് അല്ലെങ്കിൽ സ്വാലോ ചെയ്യുമ്പം, യോൺ ചെയ്യുമ്പം ആ ഫിഷ് ബോൺ ഇരിക്കുന്ന, ആ സ്പ്ലിൻറ്റർ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് പെയിന് ഇയറിലോട്ടൊക്കെ എക്സ്റ്റെൻഡഡ് ആവും. അതുപോലെ തന്നെ ടോൺസിൽസ് എങ്ങനെയായിരിക്കും, സ്വള്ളനായിരിക്കും.
swelling of tonsils and glands of neck. Throat is very sensitive ആയിരിക്കും, വെരി സെൻസിറ്റീവ് ടു ടച്ച്. കോൾഡിനോടൊക്കെ സെൻസിറ്റീവ് ആണ്. പെയിൻ ആസ് എ ഫുൾ ഓഫ് സ്പിഞ്ചേഴ്സ് വിച്ച് ഈസ് അഗ്രവേറ്റഡ് ബൈ സ്വാലോയിങ് ഒക്കെ അഗ്രവേഷൻ ആയിരിക്കും. ഫോർ ക്വിൻസി വിത്ത് ഇംപെൻഡിങ് സെപ്പറേഷൻ, സ്റ്റിച്ചസ് എക്സ്റ്റെൻഡിങ് ടു ഇയർ വെൻ സ്വാലോയിങ്. സോ അതായത് ഈ പെയിന് ഇയറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും വെൻ സ്വാലോയിങ്, അങ്ങനെ യോണിങ്ങിൻ്റെ സമയത്ത്. ക്രോണിക് ടോൺസിലൈറ്റിസ് ആയിരിക്കും വിത്ത് എൻലാർജ്മെൻറ്റ് ഓഫ് ടോൺസിൽസ്, ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ് ഉണ്ടാവാം. ദെൻ ഗ്ലാൻഡ്സ് ഓഫ് നെക്കൊക്കെ അവിടത്തേക്ക് എൻലാർജ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇനി അടുത്ത സ്റ്റൊമക്കാണ്. സ്റ്റൊമക്ക് പറയുമ്പോൾ എങ്ങനെയാണ്? ലോങ്ങിങ് ഫോർ ആസിഡ്സ്, കണ്ടിമെൻറ്റ്സ് ആൻഡ് സ്റ്റിമുലൻസ്. വിനേഗർ, ഇവർക്ക് അതിനോടൊക്കെ നേരത്തെ പറഞ്ഞു, വിനെഗറൊക്കെ ഇവർക്ക് ക്രേവിങ് ആണല്ലേ. അവേർഷൻ എന്തിനോടായിരുന്നു? അവേർഷൻ ടു ഫാറ്റി ഫുഡിനോട് ഇവർക്ക് അവേർഷനാണ്. അവേർഷൻ ടു ഫാറ്റി ഫുഡാണ്. അതുപോലെ തന്നെ സ്റ്റൊമക്ക് എങ്ങനെയായിരിക്കും? ഭയങ്കര വീക്കാണ്. ബേണിങ്, ഹെവിനെസ് ഉണ്ടാവും. ആഫ്റ്റർ സ്ലൈറ്റസ്റ്റ് മീൻസ്. അതുപോലെ കോൺസ്റ്റൻ്റ് ഏക്കർ റിൻസിങ് സെൻസേഷൻ ഉണ്ടാകും ഈസഫാഗസ് വരെ. ഭയങ്കര ഡിസ്റ്റൻറ്റഡ് ഫീൽ ആയിരിക്കും സ്റ്റൊമക്കിലൊക്കെ. പിന്നെ നമുക്ക് അബ്ഡോമൻ പറയുമ്പം ഹെപ്പറ്റൈറ്റിസിൻ്റെ കാര്യം പറയാം. ഓക്കെ, ഹെപ്പാറ്റിക് അബ്സസസ്, ക്രോണിക് അബ്ഡോമിനൽ കണ്ടീഷൻസ്, ഡിസ്റ്റൻറ്റഡ് ആയിരിക്കും. ടിംബാനിക് അബ്ഡമൻ, സ്റ്റിച്ചിങ് പെയിൻ ഉണ്ടാവാം, ഇൻഫ്ലമേഷൻസിൻ്റെ കാര്യം അതൊക്കെ ആഡ് ചെയ്യാം. കോൺസ്റ്റിപ്പേഷൻ വരുമ്പം നമുക്ക് ക്യാൻ ബി ഗിവൺ ഫോർ കോൺസ്റ്റിപ്പേഷൻ കൊടുക്കാം, ഡയറിയയ്ക്കും കൊടുക്കാം. കോൺസ്റ്റിപ്പേഷൻ എങ്ങനെയാണ് വരുന്നതെന്നായിരിക്കും? ഡ്യൂ ടു അറ്റോണി ഓഫ് ദ റെക്റ്റം. അറ്റോണി മീൻസ് വീക്ക്നെസ് ഓഫ് റെക്റ്റം കാരണമായിരിക്കും കോൺസ്റ്റിപ്പേഷൻ വരിക. ആൻഡ് സ്റ്റൂൾ എങ്ങനെയായിരിക്കും? ക്ലേ കളേർഡാണ് വിത്ത് ദേ പാസ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഭയങ്കര ഡിഫിക്കൽട്ടാണ് സ്റ്റൂള് പാസ് ചെയ്യാൻ, മെക്കാനിക്കലി നടക്കത്തുള്ളൂ. ഷൈ സ്റ്റൂളാണ്. ആരാണ്? സൈലീഷ്യ. സോ ഇങ്ങനെ കേൾക്കുമ്പോൾ പെക്യൂലിയർ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയാണ്. അതായത് സ്റ്റൂൾ സ്ലിപ്സ് ബാക്ക്, കംസ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി, വിത്ത് വെരി സ്വെറ്റിംഗ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഇതൊക്കെ ആരാണ്? സൈലീഷ്യയാണ്. ഓക്കെ, സോ ഇവിടുത്തെ സ്റ്റൂളും ക്ലേ കളേർഡാണ്. ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ടു ലോസ് ഓഫ് പവർ ഈവൻ ടു എക്സ്പെൽ ദ സോഫ്റ്റ് സ്റ്റൂൾ എക്സ്പെൽ. നല്ല പവർ കൊടുത്തൊക്കെ പറ്റുള്ളൂ. അൺഡൈജസ്റ്റഡ് സ്റ്റൂൾ എങ്ങനെ? ഡയറിയൊക്കെ ആണെങ്കിൽ സ്റ്റൂൾ അൺഡൈജസ്റ്റഡ്, തിൻ വൈറ്റ് ആയിരിക്കും, ഫെറ്റിഷ് സ്റ്റൂളായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ യൂറിനറിയിലോട്ട് വരും. യൂറിനറിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ജനറലി നമ്മൾ പറഞ്ഞു തേർഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷനാണ് കൊടുക്കുന്നത്. സോ കെറ്റാരൽ അഫെക്ഷൻ ഓഫ് ബ്ലാഡർ പറയാം. സോ പെർലൻ്റ് ആയിട്ട് മ്യൂക്കോ പെർലൻ്റ് ഡിസ്ചാർജുകൾ ഉണ്ടായിരിക്കും. ഫ്രീക്വൻറ്റ് ഏർജിങ് ഉണ്ടാകും ടു യൂറിനേറ്റ്. അതുപോലെ തന്നെ പാരാലിറ്റിക് കണ്ടീഷൻസ് ഓഫ് ബ്ലാഡർ ഉണ്ട്. മസിൽസൊക്കെ വീക്ക് ആയിരിക്കും. ഫ്ലോ ഇംബഡഡ് ആയിരിക്കും. വേർഡ് സ്ലോലി വിത്തൗട്ട് ഫോഴ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത യൂറിൻ ഡ്രോപ്സ് വേർട്ടിക്കലി ആണ്. ഹെപ്പാറിൻ്റെ യൂറിൻ എങ്ങനെയായിരിക്കും? ദേ ഡ്രോപ്പ് വേർട്ടിക്കലി ആണ്. ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് ഒബ്ലൈഡ് ടു വെയിറ്റ് ബിഫോർ യൂറിനേഷൻ ആൻഡ് ദറ്റ് ഈസ് അൺഎബിൾ ടു ഫിനിഷ്. സീംസ് ലൈക്ക് യൂറിൻ എന്തായിരിക്കും? സ്റ്റിൽ റിമൈൻ ചെയ്യുന്നുണ്ട് യൂറേത്ര. കംപ്ലീറ്റ്ലി ഫുള്ളി എക്സ്പെൽ ചെയ്തിട്ടില്ല എന്നൊരു സെൻസേഷൻ ഉണ്ടാവും. പെറുലൻ ഡിസ്ചാർജ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്ലോ ഇംബഡഡ് ആയിരിക്കും. അതുപോലെ ബേണിങ് സെൻസേഷൻ, ആ പെയിൻ്റെ കാര്യം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ യൂറിൻ ഡ്രോപ്സ് വേർട്ടിക്കലി ആയിരിക്കും. ഓക്കെ, യൂറിൻ ഡ്രോപ്സ് വേർട്ടിക്കലി. ഇനി അടുത്തത് പറയാനുള്ളത് ഫീമെയിൽ കംപ്ലയിൻസ് ആണ്. മെയിൽസിൽ അങ്ങനെ അധികം കാൻഗ്രീൻ ഓഫ് ലൈക്ക് അൾസേഴ്സിൻ്റെ കാര്യം പറയാം. ഗ്ലീറ്റ് ഡിസ്ചാർജ് ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കും. ഗ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഗൊണോറിയയുടെ ഡിസ്ചാർജിനെയാണ് നമ്മൾ ഗ്ലീറ്റി എന്ന് പറഞ്ഞത്. സോ ഗ്ലീറ്റി ഡിസ്ചാർജ് ഓഫ് ലോങ് സ്റ്റാൻഡിങ്, എക്സൈറ്റ്മെൻറ്റ് ആൻഡ് എമിഷൻ വിത്തൗട്ട് എൻ ഓർമസ് ഫാൻസി. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫീമെയിലോട്ട് വരുമ്പം മെൻസസ് ടു ലേറ്റ് അല്ല സ്കാൻഡി ആയിരിക്കാം. ഇവർ ഡിസ്ചാർജ് ചെയ്യുന്നത് ലൂക്കോറിയാണ്. ലുക്കോറിയ ഭയങ്കര ഒഫെൻസീവാണ്. നമ്മൾ സൾഫർ പേഷ്യൻസിനെ പറഞ്ഞായിരുന്നു അല്ലേ, അവർ കുളിക്കില്ല, ഭയങ്കര ഫിൽത്തി ഓർഡേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സൾഫർ. സോ അത് ഇവർക്ക് ഇതിനകത്തും സൾഫർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാവാം ഇവരുടെ ലൂക്കോറിയസ് ഭയങ്കര ഒഫെൻസീവാണ്. വാഷ് ചെയ്തില്ലെങ്കിൽ ഈവൻ എൻ്റെ റൂം തന്നെ സ്മെല്ല് അങ്ങനത്തെ നിൽക്കുന്ന ആൾക്കാരാണ് ഹെപ്പാറിൻ്റെ ലൂക്കോറിയ. അതുപോലെ തന്നെ സ്റ്റൂളിൻ്റെ ഓർഡർ നിൽക്കുന്ന ആളാണ് സൾഫർ. യൂറിൻ്റെ ഓർഡർ അങ്ങനെ പെനട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് സെപ്പിയ, ഇൻഡിഗോ. ഈ ഓർഡറൊക്കെ പെനട്രേറ്റ് ചെയ്യും. യൂറിൻ ആണെങ്കിൽ സെപ്പിയ, ഇൻഡിഗോ ആയിരിക്കും. സ്റ്റൂളാണെങ്കിൽ സൾഫർ ആയിരിക്കും. ലൂക്കോറിയ ആണെങ്കിൽ ഹെപ്പാറ് കൊടുക്കാം. അതുപോലെ കാലിഫോസും കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ഫ്രം യൂട്രസ് ഡ്യൂറിങ് ഓർ ആഫ്റ്റർ സ്റ്റൂൾ ഡിസ്ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ എങ്ങനെയാണ്? കോപ്പിയസ് ആണ്. ഒഫെൻസീവ് ലൂക്കോറിയ ഹാവിങ് ചീസി സ്മെല്ല്. So copious that the patient is compelled to wear napping. So patient wants to clean, otherwise the smell will penetrate the room. Urinella penetrates the
room. അത്ര ഒഫെൻസീവാണ്. ഒഫെൻസീവ്, സോ ഇറ്റ് മസ്റ്റ് ബി വാഷ്ഡ് അറ്റ് വൺസ് ആസ് ദ ഓർഡർ വിൽ പെനട്രേറ്റ്. ഇനി ഇച്ചിങ് ഓഫ് നിപ്പിൾസ് വിടണ്ട ഡ്യൂറിങ് മെൻസസിൻ്റെ സമയത്തൊക്കെ അതുണ്ടാവും. ഇനിയാണ് നമ്മൾ വരാൻ പോകുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെപ്പാറിൻ്റെ ഒരാളാണ് റെസ്പിറേറ്ററി കംപ്ലയിൻസ്. റെസ്പിറേറ്ററിയിൽ നാഷ് ട്രയോ ഓഫ് ഗ്രൂപ്പിലാണ് ആര് വരുന്നത്? ഹെപ്പാർ വരുന്നത്. സോ നാഷ് ട്രയോ ഓഫ് ഗ്രൂപ്പാണ് ഹെപ്പാർ. നാഷ് ട്രയോ ഓഫ് ഗ്രൂപ്പ് വേറെ ആൾക്കാരുണ്ട്, സ്പോഞ്ചിയൊക്കെ വരും, കണൈറ്റ് സ്പോഞ്ചിയ, ഹെപ്പാറാണ് വരുന്നത്. സോ റെസ്പിറേറ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിക്കേറ്റർ ഫോർ അക്യൂട്ട് ആൻഡ് ക്രോണിക് ലാരിൻസൈറ്റിസ്. ജനറലി ഞാൻ പറഞ്ഞു ഹെപ്പാർ ചോദിച്ചാൽ തേർഡ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് പോയിൻറ്റ്സ് ഉണ്ടാവും. പിന്നെ ഓവർ സെൻസിറ്റീവ്നെസ് ആണ്, അതായത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൽ വന്ന കാര്യങ്ങൾ. ചില്ലി പേഷ്യൻ്റാണ്, അതുപോലെ ഡിസ്ചാർജിൻ്റെ കാര്യം, പെയിൻ്റെ കാര്യം, ഇതൊക്കെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ കംപ്ലയിൻസിൽ മെൻഷൻ ചെയ്യാൻ പറ്റുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആളുകളൊക്കെ പഠിച്ച് വയ്ക്കുക. ഒരു റെമഡി എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ച് വയ്ക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും മെച്ചിട്ട് മെഡിക്കൽ പഠിക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ച് വയ്ക്കുക. ഓക്കെ, സോ ഗ്രൂപ്പൊക്കെ ഇമ്പോർട്ടൻ്റ് റെമഡിയാണ്. നാഷണൽ ഓഫ് ഗ്രൂപ്പാണ് ഹെപ്പാർ. സോ ഗ്രൂപ്പ് റെമഡീസ് കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ചോദിക്കുക. സോ അങ്ങനെയൊക്കെ പഠിക്കുക. സോ റെസ്പിറേറ്ററി വരുമ്പം കെറ്റാറൽ അഫെക്ഷനാണ് ആഫ്റ്റർ എക്സ്പോഷർ ടു ഡ്രൈ കോൾഡ് വെസ്റ്റ് വിൻഡ് ഓർ ലാൻഡ് വിൻഡ്. ക്രോണിക് ഹോഴ്സ്നെസ് ഇൻ സിംഗേഴ്സ് ഉണ്ടാവാം. എവറി ടൈം ദ പേഷ്യൻ്റ് എക്സ്പോസ് ടു ഡ്രൈ കോൾഡ് വിൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ലാരഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ഹോഴ്സ്നെസ്. എപ്പോഴാണോ കോൾഡിലോട്ട് കോണ്ടാക്റ്റ് വരുന്ന ലാരഞ്ചൈറ്റിസോ ഹോഴ്സ്നെസ്സോ ഒക്കെ ഉണ്ടാവാം. അതുപോലെ ലാരൻസ് വെരി പെയിൻഫുൾ ആയിരിക്കും ടു ടച്ച്, വെരി സെൻസിറ്റീവാണ്. ഡീപ്പ് ഹോഴ്സ് ബാർക്കിംഗ് കഫ് ആയിരിക്കും. ഫോർ ഗ്രൂപ്പിന് കൊടുക്കാം. നാഷണൽ ഓഫ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ആഫ്റ്റർ എക്സ്പോഷർ ടു ഡ്രൈ കോൾഡ് വിൻഡിലോട്ട് വരുമ്പോഴായിരിക്കും. ചോക്കിംഗ്, സ്ട്രാംഗ്ലിംഗ്, ബാർക്കിംഗ് കഫാണ്. ആൻഡ് കഫ് എപ്പോഴായിരിക്കും അഗ്രറ്റ് ബൈ ഇൻസ്പയറിങ് കോൾഡ് എയർ വന്ന പുട്ടിങ് ഹാൻഡ് ഔട്ട് ഓഫ് ദ, അതായത് അൺകവറിങ്. നേരത്തെ പറഞ്ഞു, അതായത് എല്ലാ കംപ്ലയിൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് എങ്ങനെയാണ് അസോസിയേറ്റഡ് അഗ്രവേറ്റഡ് ഫ്രം എങ്ങനെയാണ് അൺകവറിങ് ഹാൻഡ്സ് ഓർ ഫീറ്റ് ആണ്. സോ പുട്ടിങ് ഹാൻഡ് ഔട്ട് ഓഫ് ദ ബെഡ് ഓർ കവറിങ് ദ പാർട്ട്, അൺകവറിങ് ദ പാർട്ട് വിൽ അഗ്രവേറ്റ്സ് ദ കംപ്ലയിൻറ്റ്സ്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഗ്രൂപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കും അഗ്രവേറ്റ്? മോർണിംഗിലുണ്ടാവും, ഈവനിങ്, ബിഫോർ മിഡ് നൈറ്റ് ഒക്കെ ഗ്രൂപ്പ് അഗ്രവേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇൻഡിക്കേറ്റർ ഫോർ ക്രോണിക് ബ്രോങ്കൈറ്റിസിന് കൊടുക്കാം. ആസ്മ ഫ്രം സപ്രസ്ഡ് എറപ്ഷൻസ്, വീസിങ്, ചോക്കിംഗ്, ബാർക്കിംഗ് കഫാണ്. എങ്ങനെയാണ്? വീസിങ്, ചോക്കിംഗ്, ബാർക്കിംഗ് കഫാണ്. കഫ് വിത്ത് ഗാഗിങ് ആൻഡ് വോമിറ്റിംഗ് ഉണ്ടാവും. വീക്ക്നെസ് ആൻഡ് മച്ച് റാഡ്ലിംഗ് ഇൻ ദ ചെസ്റ്റ്. എക്സ്പെക്ടറേഷൻ ലൂസ് ആയിരിക്കും, അതായത് എക്സ്പെക്ടറേഷൻ ഉണ്ട് ബട്ട് ഇറ്റ്സ് വെരി ലൂസ് ബട്ട് ഡിഫിക്കൾട്ട് ടു എക്സ്പെക്ടറേറ്റ് ആണ്. എക്സ്പെക്ടറേഷൻ ലൂസ് ബട്ട് കനോട്ട് എക്സ്പെക്ടറേറ്റ്. അതുപോലെ കഫ് ഈസ് അഗ്രവേറ്റഡ് ഇൻ കോൾഡ് എയർ ഫ്രം പുട്ടിങ് ഹാൻഡ് ഔട്ട് ഓഫ് ദ ബെഡൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് എല്ലാ കംപ്ലയിൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആണ് ബട്ട് ഇറ്റ് വോണ്ട് ഗീവ് എനി റിലീഫ്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിൽ പറഞ്ഞു. സോ കഫിലോ അല്ലെ റെസ്പിറേറ്ററി കംപ്ലയിൻറ്റ്സ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് സ്വെറ്റിംഗ് വിത്ത് നോ റിലീഫ്. അതുപോലെ പേഷ്യൻ്റ് ഹാസ് സഫോക്കേറ്റിംഗ് അറ്റാക്സ് ഉണ്ട്. ആസ്മയുടെ കാര്യങ്ങൾ പറയാം. ഡ്രൈ കോൾഡ് എയറിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഡാംനെസ്സിലോട്ട് വരുമ്പോൾ അഗ്രവേറ്റഡ് ആവുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ റെസ്പിറേറ്ററി കംപ്ലയിൻസും കിട്ടി. അങ്ങനെ റെസ്പിറേറ്ററി കഴിഞ്ഞ് നമുക്ക് എന്താണുള്ളത്? എക്സ്ട്രിമിറ്റി, ബാക്ക് ആൻഡ് എക്സ്ട്രിമിറ്റി പറയാനുള്ളത് ഫോർ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ നമ്മളിത് കൊടുക്കാറുണ്ട്. അതാണ് മെയിൻലി. പിന്നെ സ്വെല്ലിംഗ് ആണ്, ഇൻഫ്ലമേഷൻ കൊടുക്കുന്നതാണല്ലോ. സോ സ്വെല്ലിംഗ്, ജോയിൻറ്റ്സ് സ്വെല്ലനായിരിക്കും, നീസ്, ആങ്കിൾ, ഫൂട്ട്, അങ്ങനെയുള്ള കാര്യം പറയാം. ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് സ്കിന്നാണ്. സ്കിന്നും സൾഫർ കണ്ടൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആക്ഷനാണ് സ്കിന്നിലുള്ളത്. സ്കിന്നെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻഡിക്കേറ്റർ ഫോർ ആക്നെ, അതായത് എന്ത് ടൈപ്പ് ഓഫ് ആക്നെ, കാർബങ്കിൾസ്, ഫെലൻസ്, ബോയിൽസ്, ഇങ്ങനെയുള്ള ഫെറങ്കിൾസ് ഇതിനെല്ലാം കൊടുക്കാം. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാം കൊടുക്കാം. അൺഹെൽത്തി സ്കിന്നിന് ഇൻഡിക്കേറ്റിംഗ്. വെരി ലിറ്റിൽ ഇഞ്ചുറി എന്ത് ചെയ്യും? സർപ്പുറേറ്റീവ്. ആൻഡ് ഇറപ്ഷൻസ് ആൻഡ് അൾസേഴ്സ് with highly offensive purulent discharge smelling like old cheese. അതായത് ഹെപ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതാണ് എവറി ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും? ഭയങ്കര ഫിൽത്തി ആയിട്ടുള്ള ഡിസ്ചാർജാണ്, ഭയങ്കര ഒഫൻസീവ് പെർലൻ്റ് ആയിരിക്കും. ആൻഡ് വിച്ച് സ്മെൽസ് ലൈക്ക് ഓൾഡ് ചീസാണ്. അൾസേഴ്സ് വെരി സെൻസിറ്റീവ് ആണ്, ടച്ച് ചെയ്യാൻ പറ്റില്ല. ബേണിങ് ആൻഡ് സ്റ്റിങ്ങിങ് പെയിൻ ഉണ്ടാകും. ബ്ലീഡിങ് അൾസേഴ്സ് ആയിരിക്കും. പ്യൂട്രിഡ് അൾസേഴ്സ് വിച്ച് ആർ സറൗണ്ടഡ് ബൈ ലിറ്റിൽ പിമ്പിൾസ് കൊണ്ട് സറൗണ്ടഡ് ആയിരിക്കും. വെരി സെൻസിറ്റീവ് ഫ്രം സ്ലൈറ്റസ്റ്റ് ടച്ച് ആൻഡ് പേഷ്യൻറ്റ് ഫെയിൻസ് ഫ്രം സ്ലൈറ്റസ്റ്റ് പെയിൻ. കനോട്ട് ബിയർ ടു ബി അൺകവർഡ്. അൺകവറിങ് പറ്റില്ല. ദേ വോണ്ട്സ് ടു ബി wrapped വാംലി. കവറിങ് വേണം.
ക്യാൻ ബി ഗിവൺ ഫോർ ഇങ്ങനെ ആക്നെക്ക് കൊടുക്കാം, ക്രോണിക് ആൻഡ് റെക്കറി ആർട്ടിക്കുലറി കൊടുക്കാം, പപ്യൂൾസിന് കൊടുക്കാം, ഇതിലെല്ലാം കാണാം. ഫോർ ആൻജിയോ ന്യൂറോട്ടിക് എഡീമ, അതൊരു അലർജി കണ്ടീഷനാണ് ആൻജിയോ ന്യൂറോട്ടിക് എഡീമ. ഫോർ ഇംപെറ്റിഗോ മീൻസ് ചിൽഡ്രനിൽ വരുന്നതാണ്, ഇറപ്ഷൻസ് അപ്പോൾ ദ ഫോൾഡർ സ്കിൻ ചാപ്ഡ് ആയിരിക്കും, ഡീപ്പ് ക്രാക്സ് ഓൺ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കോൺസ്റ്റൻറ്റ് ആൻഡ് ഒഫൻസീവ് എക്സലേഷൻ ആയിരിക്കും ഫ്രം ദ ബോഡി. സോ ഹെപ്പാറിൻ്റെ സ്കിന്ന് അതായത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഭയങ്കര ഒഫൻസീവ് ചീസി സ്മെല്ല് ഡിസ്ചാർജ് വരുന്ന പിമ്പിൾസും ഫെലൻസ് കാർബങ്കിൾസൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സ്കിന്നിനായിരിക്കും ഹെപ്പാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്ലീപ്പ് പറയുകയാണെങ്കിൽ സ്ലീപ്ലെസ്നെസ് ആണ്, അതായത് അൺറിഫ്രഷിങ് സ്ലീപ്പായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഫീവർ എന്ന് പറയുമ്പം ലോ ആൻഡ് ഫീവർ ആസ് വെൽ ആസ് ഹെക്റ്റിക് ഫീവേഴ്സിന് ഇത് കൊടുക്കാം. പ്രൊഫ്യൂസ് സ്വെറ്റ് ആയിരിക്കും ഡേ ആൻഡ് നൈറ്റ്. കഫ് അഗ്രവേറ്റ് ചെയ്യും ഫ്രം പുട്ടിങ് ഹാൻഡ് ഔട്ട് ഓഫ് ദ ബെഡ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫീവറിൽ ആഡ് ചെയ്യാം. ഓവർ സെൻസിറ്റീവാണ് ഹെപ്പാർ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെപ്പാറിൻ്റെ. ഓവർ സെൻസിറ്റീവാണ് മെൻ്റലി ആസ് വെൽ ആസ് ഫിസിക്കലി. ഓവർ സെൻസിറ്റീവ് ഫ്രം പീപ്പിൾ, പെയിന്, ടച്ച്, പ്ലേസ്, കോൾഡ്, ഇതെല്ലാം ഓവർ സെൻസിറ്റീവാണ്. അഗ്രവേഷൻ എങ്ങനെയാണ്? ഫ്രം അൺകവറിങ് ആണ്. അമ്ലറേഷൻ ബൈ കവറിങ് അല്ലെങ്കിൽ ഡാമ്പ് വെറ്റ് വെതർ ഇവർക്ക് അമ്ലറേഷൻ ആണ്. അതുപോലെ തന്നെ അലൻസിൽ ലാസ്റ്റ് പോയിന്റ് നമുക്കിവിടെ കാണാം, റിലേഷന് കോംപ്ലിമെൻ്ററി ടു കലന്തുല ഇൻ ഇഞ്ചുറീസ് ഓഫ് സോഫ്റ്റ് പാർട്സ്. പിന്നെ ഹെപ്പാർ ആൻറ്റിഡോട്ട്സ്, ബാഡ് ഇഫക്ട്സ് ഓഫ് മെർക്കുറി ആൻഡ് അതർ മെറ്റൽസ്, അയഡിൻ ഓഫ് പൊട്ടാഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അഗ്രവേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ടച്ചിങ് ദ അഫക്റ്റഡ് പാർട്സ്, അബ്യൂസ് ഓഫ് മെർക്കുറിനൊക്കെ അഗ്രവേറ്റഡ് ആണ് കണ്ടീഷൻസ്. സോ ഇത്രയാണ് ഹെപ്പാർ കുറച്ച് വലിയ റെമഡിയാണ്. നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് മൈൻഡ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി, സ്കിന്ന്, ദെൻ ടോൺസിലൈറ്റിസ്, ഫോളിക്കുലാർ ടോൺസിലൈറ്റിസിനാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിച്ച് വയ്ക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെപ്പാർ സെൽസ്. താങ്ക് യു.